നമ്മൾ ഈ നീറ്റിന്റെ വിഷയം പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് എൻട്രൻസ് കമ്മീഷണറേറ്റ് നടത്തുന്ന ക്ലീ എക്സാം, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഇത്തവണ ഗുരുതരമായ വീഴ്ചയോടുകൂടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അതിന്റെ പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ വിദ്യാർത്ഥികളാകെ അമ്പരക്കുന്ന വിധത്തിലും അവരെ ആകെ ചോദ്യമുനയിൽ നിർത്തുന്ന വിധത്തിലും ഭാവി അനിശ്ചിതത്തിലാക്കുന്ന വിധത്തിലുമാണ് കേവലം 4880 പേരുടെ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാൻ എൻട്രൻസ് കമ്മീഷണറേറ്റ് നടത്തിയിട്ടുള്ള ഉദ്യമത്തിന്റെ ഭാഗമായിട്ടുള്ള വീഴ്ചകൾ. ഇവിടെ വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. ആദ്യം 4879 പേരുടെ റാങ്ക് ലിസ്റ്റാണ് പുറത്തുവിട്ടത്. ആ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ ഈ പരീക്ഷയുടെ നിയമാവലി അനുസരിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഈ പരീക്ഷയിലുണ്ട്. തെറ്റുത്തരത്തിന് മാർക്ക് കുറയും. പക്ഷെ ആദ്യ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെയാണ് ലിസ്റ്റ് പുറത്തു വന്നത്. പിന്നീട് ആ റാങ്ക് ലിസ്റ്റ് അമളി മനസ്സിലാക്കിയ എൻട്രൻസ് കമ്മീഷണറേറ്റ് ആ റാങ്ക് ലിസ്റ്റ് പിൻവലിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് ഇടുന്നു. അപ്പോൾ വന്നിട്ടുള്ള ഒരു വീഴ്ച, പുതിയ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നെഗറ്റീവ് മാർക്കിംഗോട് കൂടിയാണ് ഇട്ടത്. റാങ്കുകൾ ആകെ മാറി. അതുവരെയും 250 റാങ്കുള്ള ആള് 100ലേക്ക് എത്തുന്നു. ആദ്യ 10ലോ 20 ഉള്ളിലോ ഉള്ള ആളുകൾ 50ലേക്കോ 100ലേക്കോ എത്തുന്നു. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഈ വിഷയം മാത്രമല്ല, ആദ്യ ലിസ്റ്റിൽ 4879 പേരുടെ റാങ്കാണ് ഇട്ടതെങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റ് ആകുമ്പോഴേക്ക് 4880 പേരുടെ റാങ്കാണ് വരുന്നത്. അതിൽ തന്നെ 262 പേരുടെ റാങ്ക് വിത്ത് ആണ്. 2 പേരെ റദ്ദാക്കി. ഇതിൽ ഗുരുതരമായൊരു വിഷയം നിലനിൽക്കുന്നത്, ഈ റാങ്ക് സിസ്റ്റം നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ പരീക്ഷ കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ഭാഗമായി കമ്പ്യൂട്ടറിലാണ് പരീക്ഷ നടത്തുക. ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ താൻ ഏത് ക്വസ്റ്റ്യന് ഏത് ഓപ്ഷനാണ്, എന്ത് ഉത്തരമാണ് നൽകിയതെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒരു ചോദ്യത്തിന് ഉത്തരം എ ആണ് ഞാൻ നൽകിയതെങ്കിൽ ഇത്തവണ ക്ലീ എക്സാം കഴിഞ്ഞു നോക്കുമ്പോൾ എന്റെ ആൻസർ ഷീറ്റിൽ കാണുന്നത് ബി ആണ്. എന്നുവെച്ചാൽ സോഫ്റ്റ്വെയറിന് ഗുരുതരമായ പ്രശ്നമുണ്ടെന്നാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. അതുണ്ടെങ്കിൽ പരിഹരിക്കാം എന്നാണ് അന്ന് എൻട്രൻസ് കമ്മീഷണറേറ്റ് പറഞ്ഞത്. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പരീക്ഷയുടെ അടിസ്ഥാന നിയമാവലി തന്നെയും എൻട്രൻസ് കമ്മീഷണറേറ്റ് തള്ളിക്കളയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന എൻട്രൻസ് കമ്മീഷണറേറ്റിന് വന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വീഴ്ചയാണ്. അതുമാത്രമല്ല, ചില വിദ്യാർത്ഥികൾ, കേരളം പോലൊരു സംസ്ഥാനത്ത് നമുക്കറിയാം, ജാതിയുള്ളവരും അത് ഇല്ലാത്തവരും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന നാടാണ്. അവിടെ നാഷണാലിറ്റി തെളിയിക്കാൻ പ്രത്യേക രേഖ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് നാഷണാലിറ്റി തെളിയിക്കാൻ പ്രത്യേക രേഖയുടെ ആവശ്യം? നമ്മൾ കൊടുക്കുന്ന +2 സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ പിന്നീട് അഡ്മിഷൻ കിട്ടുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഈ നാട്ടിൽ ജാതിയോ മതമോ കൃത്യമായി എൻറോൾ ചെയ്യാതെ ജീവിതത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ ഭാഗമായി ചിലർ ജീവിക്കുന്നവരും കൂടിയുണ്ട്. അവരെ കൂടി പരിഗണിക്കാൻ കഴിയുന്ന വിധത്തിലാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത്. അതിനു പകരം ദേശീയത നിർവചിക്കാൻ ചില മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള രേഖകൾ തരണമെന്നാവശ്യപ്പെടുന്നത് എന്ത് രീതിയാണ്? മിനിസ്റ്റർ റോജി എം ജോണിനോട് ഇത് ആവശ്യപ്പെടുമ്പോൾ പറഞ്ഞത് അത് ഞങ്ങളുടേതല്ല, അത് AICT പറഞ്ഞതാണെന്ന്. AICT പറഞ്ഞാലും സംസ്ഥാനത്തെ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. AICTയും UGCയും ഒക്കെയും ഇന്ന് സംഘപരിവാറിന്റെ തൊഴുത്തിലാണെന്ന് ഇപ്പോഴും റോജി എം ജോണിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ദേശീയത തെളിയിക്കാൻ രേഖകൾ ആവശ്യപ്പെടുകയാണ്. അത് കേവല ദേശീയത തെളിയിക്കാനുള്ള രേഖകൾ മാത്രമല്ല,
നിങ്ങൾ ഏത് ജാതി മതം എന്ന് പ്രത്യേകമായി തരംതിരിച്ചറിയണം എന്ന നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായുള്ള ചില ഇടപെടലുകളുടെ കൂടി ഭാഗമാണ്. അങ്ങനെ ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അങ്ങനെ ഇല്ലാത്തവരുടെയും കൂടി നാടാണല്ലോ. അങ്ങനെയാണല്ലോ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ഭരണഘടന പഠിക്കാൻ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത്. അവരോട് തന്നെയാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. അപ്പൊ അതിനെതിരെയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ക്ലീയിൽ വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ച അത് ചെറിയ വീഴ്ചയല്ല. 5000 കുട്ടികളുടെ പരീക്ഷ നടത്താൻ കഴിയില്ല. പിന്നെ എന്തിനാണ് നമുക്കൊരു എൻട്രൻസ് കമ്മീഷണറേറ്റും കമ്മീഷണറും ഓഫീസും ഒക്കെയും? അപ്പൊ ശക്തമായ പ്രതിഷേധം അതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കപ്പെടണം. ഇപ്പൊ റാങ്ക് 2ാമത് മാറി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, പരീക്ഷ ശരിയുത്തരം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തെറ്റുത്തരം മാർക്ക് ചെയ്ത് മൈനസ് മാർക്കിലേക്ക് പോയി. ഇവിടെയുള്ള പ്രശ്നം പറഞ്ഞു, മൈനസ് മാർക്കും കൂടി വരുമ്പോൾ അവരുടെ റാങ്ക് കൂടുതൽ മാറുകയാണ്. 3 മാർക്കിന് 30 50 റാങ്ക് മാറും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോ ക്ലീ ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ളത്. ഒരു എൻട്രൻസ് പരീക്ഷ 5000 പേരുടെ എൻട്രൻസ് പരീക്ഷ നടത്താൻ സംസ്ഥാന സർക്കാരിനും അതിന്റെ സംവിധാനത്തിനും കഴിയാത്ത വിധത്തിൽ മാറിയോ ഈ 2 മാസത്തിനിടയിൽ എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ചോദിക്കാനുള്ളത്. അതിന് മാത്രം എന്ത് ബുദ്ധിമുട്ടാണ് ഈ പരീക്ഷ നടത്തുന്നതിന്? ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്, മന്ത്രിമാരും സർക്കാരും ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈ വർക്ക് നടത്തുന്നതിൽ വലിയ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് SFIക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. ഈ മാനേജ്മെന്റ് നടക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ട്. സംഘാടനം നടക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ട്. ഒരു പരീക്ഷ കൃത്യമായി നടക്കുന്നുണ്ടോ, അതിന്റെ മോണിറ്ററിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതിൽ വലിയ സംശയം SFIക്കുണ്ട്. കാരണം ഈ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് എക്സാം വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷവും ഇല്ലാത്ത പ്രശ്നമാണ് UDF അധികാരത്തിൽ വന്ന ആദ്യ പരീക്ഷയിൽ തന്നെ വരുന്നത്. അപ്പൊ ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇല്ലാത്തതിന്റെ വിഷയമുണ്ട്. റോജി എം ജോണിനോട് കൂടുതൽ വകുപ്പിലേക്ക് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ B അശോകും ഗവർണറും കൂടി അതിനെ ഇല്ലാതാക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ പ്രത്യേകമായി സർക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.